എല്ലാവർക്കും മിടുക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ്. ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് വളരെ കനം കുറച്ച് നമുക്ക് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഇതൊരു അരക്കപ്പോളം നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നെല്ലിക്ക വലിപ്പത്തിൽ കോൽപ്പുളി നമുക്ക് കുതിരാനായി മാറ്റി വെക്കാം. ഒരു ഫ്രൈ പാനിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇഞ്ചിയുടെ കളറൊക്കെ മാറി നല്ല ചുവന്ന കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇഞ്ചി നന്നായിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം എണ്ണ എടുത്തിരുന്നു. ഇനി ഇത്ര അധികം എണ്ണ ആവശ്യമില്ല. നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള എണ്ണയിൽ നമുക്ക് ഒരു 2 പിടിയോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 മണി കുരുമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് തേങ്ങ നല്ല ചുവപ്പ് കളറാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും തേങ്ങയും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു ഫ്രൈ പാനിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് തയ്യാറാക്കിയ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ച പുളിയുടെ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിൽ നമുക്ക് ശർക്കര ചേർക്കാം. എൻ്റെ കയ്യിൽ ശർക്കര പൊടിയാണുള്ളത്, അപ്പോൾ അത് ഞാനൊരു 2 വലിയ ടീസ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലെ വെള്ളമൊക്കെ വറ്റാൻ വേണ്ടി കുറച്ചധികം സമയം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇതിനിടയിൽ ഉപ്പ് കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിക്കറിയുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ കറി നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക്